നമസ്കാരം. സ്റ്റെതസ്കോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അസ്ഥി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ് സ്റ്റെതസ്കോപ്പിൻ്റെ ഈ എപ്പിസോഡ് വിശകലനം ചെയ്യുന്നത്. മുതിർന്നവരിലും കുട്ടികളിലും കാണുന്ന അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, മുതിർന്നവരിൽ തേയ്മാനം തുടങ്ങി കുട്ടികളിൽ ശാരീരിക ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ വരെ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് കായികമായി ഏൽക്കുന്ന പരിക്കുകൾ. ഈ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ചാണ് വിശദമായി പ്രതിപാദിക്കുന്നത്. കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഓർത്തോ വിഭാഗം ഡോക്ടർമാരാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുതിർന്നവരിൽ കാണുന്ന അസ്ഥി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ് ആദ്യം വിശദീകരിക്കുന്നത്. അതിനായി കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഡോക്ടർ പ്രസാദ് നാരായൺ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ഓർത്തോ വിഭാഗം ഡയറക്ടറാണ്. അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയിലാണ്. വെൽക്കം സർ. ഒരുപാട് റീപ്ലേസ്മെൻറ്റ് സർജറികൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? ഏതെല്ലാം വിഭാഗത്തിലാണ് വരുന്നത്? ഞാൻ അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ. ഞാനാണ് ഡയറക്ടർ. ഓക്കെ. ഡോക്ടർ ശ്രീഹരി, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ആർത്തോസ്കോപ്പി സർജൻ. ഓക്കെ. ഡോക്ടർ അർഷാദ്, യൂണിറ്റ് ചീഫാണ്. പിന്നെയുള്ളത് ഡോക്ടർ സന്ദീപ്, ഹീസ് എ ഫുട്ട് ആൻഡ് ആംഗിൾ സർജൻ. ആൻഡ് ഡോക്ടർ നിഷാന്ത്, ഡിഫോമിറ്റി കറക്ഷൻ. ആൻഡ് ഡോക്ടർ അമർനാഥ്, ഡിഫോമിറ്റി കറക്ഷൻ. ആൻഡ് ഡോക്ടർ അനുപം ഈസ് എ സീനിയർ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഒരു വലിയ ടീം തന്നെ ഉണ്ട് അല്ലേ? വലിയ ടീമുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയെ കുറിച്ചാണ്. അതെ, അല്ല, ഏത് ജോയിൻറ്റിലും റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. പക്ഷേ ഇത് കോമൺ ആയിട്ട് വരുന്നത് നീ ജോയിൻറ്റിലാണ്. പിന്നെ നീ കൂടാതെ വരുന്നത് ഹിപ്പ് ജോയിൻറ്റിലുണ്ട്, ഷോൾഡർ ജോയിൻറ്റിലുണ്ട്, എൽബോ ജോയിൻറ്റിൽ, അങ്ങനെ മറ്റേ ഏത് ജോയിൻറ്റിൽ, ഈവൻ കൈയുടെ സന്ധികളിൽ വരെ, ചെറിയ വിരലുകളുടെ സന്ധികളിൽ വരെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ റീപ്ലേസ്മെൻറ്റ് മുട്ട് മാറ്റിവെക്കലിലേക്ക് എപ്പോഴും വരുന്നത്? നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് നീ റീപ്ലേസ്മെൻ്റ് ആണ്. നീ പ്രോബ്ലംസ് ആണ് വരുന്നത്. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ ആ ജീവിത രീതിയാണ്. നമ്മൾ സ്ക്വാറ്റ് ചെയ്യും, ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ് ഉപയോഗിക്കും, പിന്നെ ഒരുപാട് അപ്പ് ഹിൽ ഡൗൺ ഹിൽ നടക്കുക, പിന്നെ കുറേ ജനറ്റിക് ട്രേറ്റും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് മുട്ട് മാറ്റി വെക്കേണ്ടി വരുന്നത്? മുട്ട് മാറ്റി വെക്കേണ്ടി വരുന്നത് എപ്പോഴും തേയ്മാനത്തിനാണ്. തേയ്മാനം എന്ന് വെച്ചാൽ അത് പലതരത്തിലും വരാം. ഒന്ന് പ്രായം കൊണ്ടുള്ള തേയ്മാനം, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ കാരണം, ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഗൗട്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ളത്. പിന്നെ വരുന്നത് SLE എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമുണ്ട്, അതിന് സ്റ്റീറോയിഡ് ഇൻഡ്യൂസ്ഡ് വരും. പഴയ ഫ്രാക്ചറുകൾ ശരിയായി കൂടാതെ, അതായത് മാലിയുനേറ്റഡ് ഇൻട്രാവർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ്, അത് ജോയിൻറ്റിനകത്തേക്കുള്ള ഫ്രാക്ചേഴ്സ് ശരിയായി കൂടാതെ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ റോങ് ആയിട്ട് കൂടിക്കഴിഞ്ഞാലും ഈ തേയ്മാനത്തിനെ ബാധിക്കാം. അത് പോസ്റ്റ് ട്രോമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്? നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണ് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പം സ്റ്റേജ് 1 to 4 4 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുക. അത് എത്രമാത്രം വേറെ ടയർ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനാണ് ഇത്. ഗ്രേഡ് 1 ഒക്കെ ആണെങ്കിൽ ലിഗമെൻറ്റസ് ഇൻസ്റ്റബിലിറ്റി ഒന്നും അധികമില്ല എങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ്, ഫിസിയോതെറപ്പി അതിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഗ്രേഡ് 2ലേക്ക് വരുമ്പോൾ വി ക്യാൻ ട്രൈ ഈ PRP ഇഞ്ചെക്ഷൻസ്, അങ്ങനത്തെ മെത്തേഡ് ഉണ്ട്. ഇല്ലെങ്കിൽ ഹൈ വിസ്കസ് ഫ്ലൂയിഡ്സ് ഇഞ്ചെക്ഷൻസ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വി ക്യാൻ ബൈ മോർ ടൈം. ഇപ്പോൾ സാധാരണ ഇപ്പോൾ PRP ഇഞ്ചെക്ഷൻ എന്ന് കേൾക്കാറുണ്ട് സർ, എത്രത്തോളമാണ് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്? അത് PRP എന്ന് വെച്ചാൽ പ്ലാസ്മ റിച്ച് ഇൻ പ്രോട്ടീൻ, അതാണ് PRP. അതായത് നമ്മുടെ പ്ലാസ്മയിലുള്ള പ്രോട്ടീൻ ഐസൊലേറ്റ് ചെയ്തിട്ട് ജോയിൻറ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക. അപ്പം ദാറ്റ്സ് എ പാർട്ട് ഓഫ് റീജനറേഷൻ തെറാപ്പി. ഇപ്പോൾ ഈ സ്റ്റേജ് 1 and 2 ഉള്ള രോഗികൾക്ക് ഒരു പരിധി വരെ അതിനെ കൊണ്ട് കറക്ഷൻ കിട്ടാം. പിന്നെ ഇല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റീറോയിഡിൽ വെക്കാറുണ്ട്. സ്റ്റീറോയിഡ് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ബൈ ടൈം. അത്ര നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് 3 and 4. 3 and 4 വരുമ്പോഴേക്കും നമുക്ക് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്. 3 and 4 വരുമ്പോഴേക്കും നാച്ചുറലി അസോസിയേറ്റഡ് വിത്ത് ഡിഫോമിറ്റി ആയിരിക്കും, വാരസ് ഡിഫോമിറ്റി, അതായത് കാല് ഉള്ളോട്ട് വളഞ്ഞിട്ട്, അല്ലെങ്കിൽ വളവ് വരും, വാൾഗസ് ഡിഫോമിറ്റി, അതായത് കാല് പുറത്തേക്ക് വളഞ്ഞിട്ട്. പിന്നെ അല്ലാതെ മുട്ട് ഫുള്ള് നിവരാത്ത അവസ്ഥ, അത് ഫിക്സഡ് ഫ്ലെക്ഷൻ ഡിഫോമിറ്റി, അല്ലെങ്കിൽ ഓവറായിട്ട് നീരുന്ന അവസ്ഥ, അത് റിക്കർവേറ്റഡ്, ഇങ്ങനത്തെ ഡിഫോമിറ്റിയിലേക്ക് പോകും. ഡിഫോമിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ മരുന്നിനും സർജറി അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല അതിൽ. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലും സ്റ്റാൻഡേർഡായിട്ട് വരുന്ന പാക്കേജസ് ആണ്. അപ്പം ഇതിൽ സർജറി, ഇപ്പോൾ ഇന്ന് അഡ്മിറ്റായ നാളെ സർജറി ചെയ്തു, ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു, സർജറി ചെയ്തു, അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നടക്കാം സർജറി കഴിഞ്ഞതിൻ്റെ. പിന്നെ ഒരു 2nd or 3rd day ക്യാൻ ബി ഡിസ്ചാർജ്. പക്ഷേ ആളുകൾക്ക് എപ്പോഴും ഒരു കൺസേൺ ഉള്ളത് അതിൻ്റെ ഇൻഫെക്ഷനെ കുറിച്ചിട്ടാണ്. പൊതുവെ നീ റീപ്ലേസ്മെൻറ്റിൽ ഇൻഫെക്ഷൻ
കൂടുന്നുണ്ട് എന്ന് പറയാമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ മൊത്തം ചെയ്തത് മുഴുവൻ ഫെയിലാവുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റിൽ നമ്മൾ ഇൻഫെക്റ്റീവ് ഫോക്കയും ശരീരത്തിൽ എവിടെയെങ്കിലും അതായത് പല്ല്, ചെവി, യൂറോജെനറ്റൽ ട്രാക്റ്റ്, ഇങ്ങനെ ഇതിൽ എവിടെയെങ്കിലും ഇൻഫെക്റ്റീവ് ഫോക്കൈ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ സർജറിക്ക് എടുക്കുള്ളൂ. പിന്നെ ഡ്യൂറിങ് സർജറി സ്ട്രിക്റ്റ് അസെപ്റ്റിക് പ്രോട്ടോകോൾസിലാണ് ചെയ്യുക. അത് കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പിലും ബൈസ്റ്റാൻഡേഴ്സ്, രോഗികളുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ നിയന്ത്രിച്ച് ഒരുപാട് പേര് ഗസ്റ്റ് വരാതെ നോക്കി അങ്ങനെയുള്ള പ്രിക്കോഷൻസ് എടുത്ത് ചെയ്യണം. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, ദെൻ യു ഹാഡ് ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ഓക്കെ. ഈ പോസ്റ്റ് ഓപ്പിന്നായിരിക്കുമോ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഇൻഫെക്ഷൻ സാധ്യത വരുന്നത്? ഇൻഫെക്ഷൻ വരുന്നത് യൂഷ്വലി അത് ഞാൻ പറഞ്ഞില്ലേ, ഇൻഫെക്റ്റീവ് ഫോക്കൈ ബോഡിയിൽ ഉണ്ടാവും. അത് നമ്മൾ നോക്കുന്നുണ്ട്, ആദ്യം നോക്കുന്നുണ്ട്. പിന്നെയും വരാനുള്ളൊരു പിന്നെ വരാനുള്ള ജനറൽ ഇമ്മ്യൂണിറ്റി, രോഗികളുടെ പ്രതിരോധ ശേഷി കുറഞ്ഞ അവസ്ഥ. ഇപ്പം റീനൽ ഫെയിലിയർ ഉണ്ട്, കിഡ്നി പേഷ്യൻ്റ് ആണ്, പിന്നെ അല്ലെങ്കിൽ അസോസിയേറ്റ് മറ്റ് ഡിസീസസ്, അതായത് പ്രതിരോധ ശക്തി കുറക്കുന്ന, ഇമ്മ്യൂണിറ്റി കുറക്കുന്ന മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കിട്ടും. അത് കൂടാതെ ഹിപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ഹിപ്പിൽ വരുമ്പോൾ സർജറി ഏത് സാഹചര്യത്തിലാണ് വേണ്ടി വരുന്നത്? അതെ, ഹിപ്പിലും സെയിം ഈ തേയ്മാനം, അത് പ്രൈമറി ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലെങ്കിൽ സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ്. ഇതാണ് ഇത്. ഹിപ്പിൽ വരുന്ന മെയിൻ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ എവാസ്കുലർ നെക്രോസിസ്, ദാറ്റ്സ് വൺ. പിന്നെ മറ്റുള്ള ഓൾഡ് ഫ്രാക്ചേഴ്സ്, നോട്ട് ഹീൽ, ഫ്രാക്ചർ നോൺ യൂണിയൻ, അങ്ങനത്തെ ഉള്ള അവസ്ഥയിലാണ് ഇത് സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ്. പ്രൈമറി ഓസ്റ്റിയോആർത്രൈറ്റിസ് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് തേയ്മാനം വരും, അതായത് മുട്ടിൽ വരുന്ന പോലെ ഓസ്റ്റിയോആർത്രൈറ്റിസ് വരുന്ന പോലെയും ഹിപ്പിൽ വരാറുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കൺട്രീസിൽ സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ് ഓഫ് ദ ഹിപ്പാണ് ഏറ്റവും കൂടുതൽ. ആ സ്റ്റേജിൽ സർജറി പോകും. അതെ, സെക്കൻഡറി മാനേജ്മെന്റ് ഇല്ല. അത് കപ്പും ബോളും ഇതായി കഴിഞ്ഞാൽ പിന്നെ വേറെ മാനേജ്മെന്റ് ഒന്നും അതിൽ കിടക്കുന്നില്ല. മെഡിസിന്റെ സാധ്യതയില്ല. ഇല്ല ഇല്ല. യൂഷ്വലി അതെങ്ങനെയാണ് രോഗികൾ പ്രിഫർ ചെയ്യോ? ഹിപ്പ് അങ്ങനെ? ആക്ച്വലി ഹിപ്പിലാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. കാരണം ആ ഒരു മൂവ്മെന്റ്സ് അത്രയും റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഹിപ്പ് ജോയിന്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ജോയിന്റ്, നീഡ് മച്ച് മൊബിലിറ്റി. സോ അപ്പം സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ആൾമോസ്റ്റ് നിയർ നോർമൽ മൊബിലിറ്റി. അതിലെന്തെങ്കിലും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടോ? അല്ലല്ല, അതിൽ നമ്മൾ പോസ്റ്റ് ഓഫ് പൊസിഷൻ കുറച്ച് ശ്രദ്ധിക്കുക. അതായത് തറയിൽ ഇരിക്കാൻ പാടില്ല ചെയ്തതിന് ശേഷം. പിന്നെ കാലൊരു 3 ആഴ്ച വരെ ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ചെറിയ പ്രിക്കോഷൻസ്. പിന്നെ വരുന്നത് നമുക്ക് ഷോൾഡറുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? ഷോൾഡറിലും സെയിം വരുന്നത് സെയിം, അത് ഇംപ്ലാന്റ്സ് മാറുന്നത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഷോൾഡറിലൊക്കെ സർജറി വരുന്നത് ഏത് കണ്ടീഷനിലാണ്? ഷോൾഡറിൽ അതന്നെ ഓസ്റ്റിയോആർത്രൈറ്റിസ്, അല്ലെങ്കിൽ ഇപ്പം റൊട്ടേറ്റർ കഫ്, സിവിയർ റൊട്ടേറ്റർ കഫ് ടയർ വിത്ത് ആർത്രൈറ്റിക് ചേഞ്ചസ്, അങ്ങനത്തെ. ഷോൾഡറിൽ ഡയറക്റ്റ് ഷോൾഡർ റീപ്ലേസ്മെൻ്റ് ഉണ്ട്, റിവേഴ്സ് ഷോൾഡർ റീപ്ലേസ്മെൻറ്റും ഉണ്ട്. അപ്പം നീ റീപ്ലേസ്മെൻറ്റ് സർജറിയിലേക്ക് വന്നാൽ തന്നെ റോബോട്ടിക് സർജറിയുടെ സാധ്യതകൾ ഒരുപാടുണ്ടല്ലേ? റോബോട്ടിക് എന്ന് പറഞ്ഞാൽ റോബോട്ട് തനിയെ ചെയ്യല്ല, ഞങ്ങൾ പുറത്ത് ഇരുന്നിട്ട് റോബോട്ടിനെ കൊണ്ട് ചെയ്യിക്കില്ല. ഇറ്റ്സ് ബേസിക്കലി റോബോട്ടിക് ഹാൻഡ്. റോബോട്ടിക്കിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് അതിൻ്റെ ആക്യുറസിയാണ്. ആക്യുറസി ആൻഡ് പ്രസിഷൻ. ഹ്യൂമൺ എറേഴ്സ് മിനിമൈസ് ചെയ്യും. ഹ്യൂമൻ എറേഴ്സ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. എനിവേ, താങ്ക് യു ഡോക്ടർ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. വെൽക്കം. അടുത്തതായി നമുക്ക് സ്പോർട്സ് മെഡിസിനെ കുറിച്ചാണ് അല്ലേ? ഡോക്ടർ സിഹരി ആർത്തോസ്കോപ്പി ആൻഡ് സ്പോർട്സ് മെഡിസിനെ പറ്റി സംസാരിക്കും. കളിക്കളത്തിൽ നിന്ന് ഒരുപാട് പരിക്കുകളേറ്റ് പല കേസുകളും വരാറുണ്ട്. ആ വിഭാഗം കൈകാര്യം ചെയ്യുന്നതാണ് സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്നത്. കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സ്പോർട്സ് വിഭാഗം HOD ആയ ഡോക്ടർ ശ്രീഹരി നമ്മോടൊപ്പമുണ്ട്. വെൽക്കം സർ. നമസ്കാരം. ഏതൊക്കെ രീതിയിലുള്ള പരിക്കുകളാണ് പൊതുവെ OP-യിൽ വരുന്നത്? സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നമുക്ക് ഹെഡ് ടു ടോ, തല മുതൽ കാലിൻ്റെ വിരൽ വരെയുള്ള ഏത് അവയവത്തിനും ഇഞ്ചുറി വരാം. അപ്പോൾ ഓർത്തോപെഡിക് പോയിന്റിൽ പറയുകയാണെങ്കിൽ പ്രധാനമായും ജോയിൻസിൽ വരുന്ന പരിക്കും മസിൽസിൽ വരുന്ന പരിക്കും, ഇത് രണ്ടായിട്ടാണ് നമ്മൾ പ്രധാനമായി കാണുന്നത്. ഏറ്റവും കൂടുതൽ ആങ്കിൾ ജോയിൻറ്റ്, ഇപ്പോൾ ഫുട്ബോൾ പ്ലെയേഴ്സൊക്കെ ആണെങ്കിൽ ആങ്കിൾ, കണങ്കാലിലെ ജോയിൻറ്റിൽ വരാം, മുട്ട്, നീ ജോയിൻറ്റ്, അതുപോലെ ഷോൾഡർ ജോയിൻറ്റ്. ഇത് ഈ 3 ജോയിൻറ്റിലാണ് പ്രധാനമായിട്ട് ലിഗമെൻറ്റ് ഇഞ്ചുറി ജോയിൻസിനകത്ത് വരുന്നത്. പിന്നെ മസിൽ ഇഞ്ചുറി പറയുകയാണെങ്കിൽ നമുക്ക് ബാക്ക് മസിൽസ് ആവാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഹാംസ്ട്രിങ് ഇഞ്ചുറി, കളിക്കുമ്പോൾ പേശി പിടിച്ചു പോവുക, കാഫ് മസിൽ ഇഞ്ചുറി, ഇങ്ങനെയാണ് ജനറലായിട്ട് നമുക്ക് സ്പോർട്സ് ഇഞ്ചുറി ആയിട്ട് വരുന്നത്. മുട്ടിനകത്തുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ ഷോൾഡറിലെ ഒരു ജോയിൻറ്റിനകത്ത് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ പ്രധാനമായും ലിഗമെൻറ്റ് ഇഞ്ചുറി അല്ലെങ്കിൽ മെനിസ്കസ്, നമ്മൾ മുട്ടിനകത്തുള്ള വാഷർ പോലുള്ള മെനിസ്കസ് ഇഞ്ചുറി. ഷോൾഡറിനകത്താണെങ്കിൽ ലേബ്രം എന്ന് പറയും, അതിനൊരു ജോയിൻറ്റിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരു ലിഗമെൻറ്റാണ്. അതുപോലെ റൊട്ടേറ്റർ കഫ്, ഒരു 4 മസിലുകൾ ചേർന്നിട്ടുള്ള റൊട്ടേറ്റ്, ഇതുപോലെ മസിൽ ഇഞ്ചുറീസാണ് നമുക്ക് പ്രധാനമായും ജോയിൻസിനകത്ത് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് വരുന്നത് മുട്ടിനാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോളാണല്ലോ, ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് നീ ജോയിൻറ്റ്,
ആങ്കിൾ ജോയിൻറ്റ്, അത് കഴിഞ്ഞിട്ടാണ് ഷോൾഡർ ജോയിൻറ്റ് സ്പോർട്സ് ഇഞ്ചുറി വരുന്നത്. പ്രധാനമായും സ്പോർട്സ് ഇഞ്ചുറിയിൽ നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയർ നല്ല ട്രെയിനിങ് ഇല്ലാത്തവരാണെങ്കിലും ഇനിയിപ്പോൾ നല്ല ട്രെയിനിങ് ആണെങ്കിലും കൂടുതലും വരുന്നത് ഇത് ലാൻഡ് ചെയ്യുമ്പോഴാണ്. നമ്മളൊരു ഹൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഹെഡ് ചെയ്ത് ലാൻഡ് ചെയ്യുമ്പോൾ ജോയിൻ്റ് ഒന്ന് ട്വിസ്റ്റ് ആവും. ഇതിലാണ് ഏറ്റവും ട്വിസ്റ്റിംഗ് ഇഞ്ചറിയിലാണ് ഏറ്റവും കൂടുതൽ ലിഗമെൻറ്റ് ഇഞ്ചറി വരുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ബ്ലോ, ഇപ്പോൾ കളിക്കാർ നമ്മൾ കണ്ടില്ല, ഫോർവേഡും ആ ഡിഫൻസും ഓടി വന്ന ആ ഇമ്പാക്റ്റിനകത്ത് ഇത് ജോയിൻ്റ് ഒന്ന് സ്ട്രെച്ച് ആവുക ചെയ്താലും ലിഗമെൻറ്റ് ഇഞ്ചറി വരും. ഷോൾഡറിലാണെങ്കിൽ നേരെ സ്വിമ്മിങ് അല്ലെങ്കിൽ വോളിബോൾ, ബാസ്കറ്റ് ബോളൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരേ ആക്ഷൻ വരുമ്പോൾ ഷോൾഡർ ജോയിൻറ്റ് നമുക്ക് കൂടുതൽ കാണുന്നത് റൊട്ടേറ്റർ കഫ് ഇഞ്ചറി, ഇതിനകത്ത് വരുന്ന മസിൽസിൽ വരുന്ന ഇഞ്ചറി, അല്ലെങ്കിൽ ഇതിനകത്ത് ഷോൾഡർ തെന്നിപ്പോവുക, ഡിസ്ലൊക്കേറ്റ് ആവുക. അപ്പോൾ ഇതിനകത്ത് ലേബർ എന്നൊരു സ്ട്രക്ചർ ഉണ്ട്, അതാണ് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഷോൾഡർ. അതിന് വന്ന ടയർ, അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള പരിക്കുകൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ എപ്പിസോഡ് നല്ല സിവിയർ ആയിട്ടുള്ളൊരു ഇഞ്ചറി, ഇതിലും നമുക്ക് ആ ഇഞ്ചറീസ് കാണുന്നത്. അപ്പോൾ ഈ മുട്ടിന് വരുന്നതിൽ ACL ഇഞ്ചുറീസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ACL ഇഞ്ചുറീസിൽ സർജറിയിലേക്ക് തന്നെ പോകേണ്ടതുണ്ടോ? ഏതൊരു ലിഗമെൻറ്റ്, ഇപ്പോൾ ACL എന്നുള്ള ആംഗിൾ ആവട്ടെ, ഏതൊരു ജോയിൻറ്റിൽ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് 3 ഗ്രേഡ് ഉണ്ട്, ഗ്രേഡ് 1, 2 എന്ന് പറയും. അപ്പോൾ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഒരു സ്പ്രെയിൻ, ജസ്റ്റ് ഒരു ചെറിയൊരു സ്ക്രാച്ച് വരിക, ചെറിയൊരു ക്രാക്ക്, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് ഇലോങ്കേറ്റ് ആവുക എന്ന് പറയും, ഒന്ന് വലിഞ്ഞു പോവുക, അങ്ങനെയുള്ള ഇഞ്ചുറീസിനൊന്നും നമുക്ക് സാധാരണ സർജറി ആവശ്യമില്ല. മിക്കവാറും അത് ഫിസിയോതെറാപ്പിയും ആദ്യം തുടക്കത്തിലുള്ള റെസ്റ്റ്, അതിനുശേഷമുള്ള ഫിസിയോതെറാപ്പി, ഒരു 3 months എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ പല കളിക്കാരും നമ്മൾ ഫീൽഡിലൊക്കെ കണ്ടിട്ട് ഫുട്ബോൾ പരിക്ക് പറ്റുന്നു, ചെറിയ ലിഗമെൻറ്റ് ഇഞ്ചുറി, ഒരു 2 മാസം കഴിയുമ്പോൾ അവർ കളിക്കുന്നതാണ്. അത് ഈ ഗ്രേഡ് 1 അല്ലെങ്കിൽ 2 വരെയുള്ള ഇഞ്ചുറീസാണ്. ഗ്രേഡ് 3 ഇഞ്ചുറീസ്, അതായത് കംപ്ലീറ്റ് ടയർ വന്നു കഴിഞ്ഞാൽ സർജറിയാണ് അതിൻ്റെ പ്രധാനമായി ചെയ്യേണ്ടത്. ഇനി ഗ്രേഡ് 1 or 2 എന്നായിക്കോട്ടെ, അതിൻ്റെ കൂടെയുള്ള മറ്റ് പരിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മെനിസ്കസ് ഇഞ്ചുറി എന്ന് പറയും, അതായത് വാഷർ, ഇപ്പോൾ ലിഗമെൻറ്റിൻ്റെ കൂടെ വാഷറും കൂടെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് നിർബന്ധമായി സർജറി ചെയ്യണം. അപ്പോൾ ACL മാത്രമുള്ള കേസ് ചെറിയ പരിക്ക്, ഗ്രേഡ് 1 സ്പ്രെയിൻ, ചെറിയ ക്രാക്കൊക്കെ ആണെങ്കിൽ പാർഷ്യൽ ടയർ എന്ന് പറയും, ഒരു 50% താഴേക്ക് അതിൻ്റെ ടയർ ഉണ്ടാവുള്ളൂ. അതിൽ നമുക്ക് സർജറി ആവശ്യമില്ല, നമുക്ക് നേരെ ഫിസിയോതെറാപ്പി കൊണ്ട് തന്നെ ചികിത്സിക്കാം. ഇപ്പോൾ ഈ തേയ്മാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ നമ്മൾ തേയ്മാനത്തിൻ്റെ പറയുന്നുണ്ടല്ലോ, അതിൽ PRP വരുന്നുണ്ട്. PRPയുടെ റോൾ എന്താണ്? സ്പോർട്സ് ഇഞ്ചറിയിൽ ബാക്ക് ടു സ്പോർട്സ് ആണ് അതിൻ്റെ ക്രൈറ്റീരിയ. പെയിൻ കുറഞ്ഞ് പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ കളിക്കാരന്, ഒരു പ്ലെയർക്ക് എപ്പോഴാണ് കളിക്കളത്തിലേക്ക് വരാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി 3 മാസം കഴിഞ്ഞ് നമ്മൾ കളിച്ചോ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ആ കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല, പെയിൻ ഉണ്ടാവുക. അപ്പോൾ പെയിൻലെസ് ആയിട്ട് റിട്ടേൺ ടു സ്പോർട്സ്, അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. പ്രധാനമായിട്ട് ഇപ്പോൾ PRP സ്പോർട്സ് ഇഞ്ചുറീസ്, ടെന്നീസ് എൽബോ, അല്ലെങ്കിൽ മുട്ടിൽ വരുന്നൊരു ജമ്പേഴ്സ് നീ ഉണ്ട്, കൂടുതലും ജമ്പ് ചെയ്ത് അങ്ങനെയുള്ള സ്പോർട്സിലൊക്കെ ലാൻഡ് ചെയ്യുന്നതിലൊക്കെ പറ്റുലർ ടെൻഡനിൽ വരുന്ന ഒരു ചെറിയ പ്രശ്നം. അതുപോലെ ഹാംസ്ട്രിങ്, നേരത്തെ പറഞ്ഞ ഹാംസ്ട്രിങ് ഇഞ്ചുറി, മസിൽ ഇഞ്ചുറി. ഇപ്പോൾ PRP ഇഞ്ചക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് റിട്ടേൺ ടു സ്പോർട്സ് ഫാസ്റ്ററാണ്. ഒരു പെർമനൻറ്റ് ക്യൂർ ആയിട്ടല്ല, പക്ഷേ ഒരു ടെന്നീസ് എൽബോ ഉള്ള പേഷ്യൻറ്റ് ഫിസിയോതെറാപ്പി ചെയ്യുന്നു, അയാൾക്ക് 2-3 മാസം ചെയ്തിട്ടും കളിക്കാൻ പറ്റുന്നില്ല, പെയിൻ കുറയുന്നില്ലെങ്കിൽ PRPക്ക് അവിടെ റോളുണ്ട്. അവിടുത്തെ ഇൻഫ്ലമേഷൻ കുറയും. ഇതിനകത്ത് ഗ്രോത്ത് ഫാക്ടർ ആണല്ലോ, ഒരു റീജനറേറ്റീവ് ആണ്. അപ്പോൾ ആ ഡെഡ് സെൽസിന് പകരം പുതിയ സെൽസ് വരുന്നു, ഒരു ഹീലിംഗ് കപ്പാസിറ്റി വന്നു, പേഷ്യൻ്റെ മസിൽ സ്ട്രെങ്ത്ത് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ടു ഗ്രൗണ്ട് കോൺഫിഡൻസ് ഉണ്ടോ ആളുകൾക്ക്? 50% ആൾക്കാരെ സർജറി ACL കഴിഞ്ഞിട്ട് ബാക്ക് ടു സ്പോർട്സ് വരുന്നുള്ളൂ വേൾഡ് വൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അത് കോമ്പറ്റീറ്റീവ് സ്പോർട്സിലേക്ക് വരുന്നത് അതിലും കുറവാണ്. പല കാരണങ്ങളുണ്ട്. നമ്മൾ സർജൻ ഫാക്ടർ, ആ സർജറി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഒരു മെയിൻ ഫാക്ടറാണ്. 2 പ്ലേയേഴ്സിനെ എടുക്കുക, ഒരേ സർജൻ ചെയ്യുന്നു, ഒരേ സർജറിയാണ് ചെയ്തതെന്ന് വെച്ചാലും അതിൽ ഒരാൾ കളിക്കണം എന്നില്ല. എന്തുകൊണ്ടാണ്? അത് കുറേ ക്രൈറ്റീരിയ ഉണ്ട് അതിനകത്ത്. പ്രധാനമായിട്ടെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ഫാക്ടറാണ്. ഈ സ്പോർട്സ് സൈക്കോളജിസ്റ്റിന് ഏതൊക്കെ രീതിയിൽ ഇവരെ സഹായിക്കാൻ പറ്റും? മെയിൻ റോളുണ്ട്. നമ്മളൊരു സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് സ്പോർട്സ് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടാവും, സർജൻ ഉണ്ടാവും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. നമുക്ക് ഈ ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവർ എവറി സ്റ്റേജ് സർജറി കഴിഞ്ഞ് നെക്സ്റ്റ് 2 weeks അല്ലെങ്കിൽ 1 month കഴിയുമ്പോൾ അവരുടെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഋഷഭ് പന്ത് ഈ ഇടയ്ക്ക് ആക്സിഡൻറ്റ് പറ്റി നമ്മുടെ മുംബൈയിൽ നമ്മളൊരു സീനിയർ സർജനാണ് ചെയ്ത്, പെട്ടെന്ന് ആ റിക്കവറിങ് കഴിഞ്ഞപ്പോൾ പുള്ളി ഗ്രൗണ്ടിൽ നമുക്ക് കണ്ടറിയാം. നമ്മൾ സർജറി കഴിഞ്ഞ് ഒരു 9 മാസം വെറുതെ ഇരുന്ന് 9 മാസം കഴിഞ്ഞിട്ട് കളിക്കാം, അങ്ങനെയല്ല. ആ 9 മാസം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റേജ് വൈസാണ് അതിൻ്റെ എക്സസൈസ് വരുന്നത്. ഫസ്റ്റ് 3 months ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. ഒരു 3 months ഒക്കെ കഴിയുമ്പോൾ പിക്ചർ മാറാണ് കംപ്ലീറ്റ്.
സ്പോർട്സ് റിലേറ്റഡ് എക്സസൈസ് തുടങ്ങണം. സ്പോർട്സ് ഫുട്ബോൾ ആണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ആയിരിക്കണം. സർജറി ചെയ്യാത്ത കാലിൻ്റെ ഒരു 90% സ്ട്രെങ്ത് എങ്കിലും ഈ കാലിൽ വരണം, ചെയ്ത കാലിൽ. ഫിറ്റ്നസ്സിന് വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും പല അപകടങ്ങളും പറ്റാറുണ്ട്. ജീവിതശൈലി രോഗങ്ങൾക്ക് പുറമെ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലൊക്കെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാ പ്രായത്തിലും എക്സസൈസ് നിർബന്ധമാണ്. 40 വയസ്സ് 45 വയസ്സ് നിർബന്ധമായി ചെയ്തിരിക്കണം. അപ്പോൾ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 തരമുണ്ട്. ഒന്ന് എയറോബിക്, കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള അത് എയറോബിക് എന്ന് പറയും. രണ്ടാമത്തെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്. 3 ബാലൻസിങ്ങിനുള്ള എക്സസൈസ്. 4 ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ ജോയിൻസും എല്ലാം നല്ല ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളത്. എയറോബിക് എക്സസൈസ് കാർഡിയോ റെസ്പിറേറ്ററി നിർബന്ധമാണ്. അതൊരു ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ചെയ്യണം. അപ്പം 1 മണിക്കൂറാണ് ഒരു ദിവസം ചെയ്യുന്നതെങ്കിൽ 5 ദിവസം ചെയ്യണമെന്നാണ് കണക്ക്. അത് സ്പീഡിലുള്ള നടത്താവാം. അപ്പോൾ അതിൻ്റെ ബേസിക് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും നടക്കുമ്പോൾ ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ മറ്റാൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പാടില്ല. ആ ഒരു കഥപ്പ് വേണം. നമുക്ക് എയറോബിക് അങ്ങനെ കവർ ചെയ്യാം. അല്ലെങ്കിൽ സ്വിമ്മിങ് പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് എയറോബിക്. മസിൽ സ്ട്രെങ്തനിങ്, അതാണ് ഈ 40-45 വയസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എയറോബിക്കിന് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മസിൽ സ്ട്രെങ്തനിങ്. അതുപോലെ ബാലൻസിങ് നിർബന്ധമായിട്ട് ചെയ്യണം. അതിനൊരു ചെയർ പിടിച്ച് ഓരോ കാലും മാറി മാറി ഒരു 30 സെക്കൻഡ് ബാലൻസ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ സാറ് സ്പോർട്സ് മെഡിസിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഇഞ്ചുറിയുമായി. നമുക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട പീഡിയാട്രിക് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഓർത്തോ പ്രശ്നങ്ങൾ എന്താണെന്നും കൂടെ അറിയേണ്ടതുണ്ട്. നമുക്കിവിടെ നമ്മുടെ ആസ്റ്റർ മിംസ് കണ്ണൂരിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പീഡിയാട്രിക് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. അത് ലീഡ് ചെയ്യുന്നത് ഡോക്ടർ ഹർഷ, സീനിയർ കൺസൾട്ടൻ്റ് ആണ്. അടുത്തതായി കുട്ടികളിൽ വരുന്ന അസ്ഥി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അതിനായി ആസ്റ്റർ മിംസ് കണ്ണൂരിലെ പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് HOD മുഹമ്മദ് അർഷദ് നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം സർ. ഇപ്പോൾ പീഡിയാട്രിക് ഓർത്തോപീഡിക് ആണ് പറയുന്നത്. എന്താണ് ഈ പീഡിയാട്രിക് ഓർത്തോപീഡിക് എന്ന് പറയുന്നത്? ഓർത്തോപീഡിയ, അതിൽ ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് എന്നും പീഡിയ എന്ന് പറഞ്ഞാൽ കുട്ടികൾ സംബന്ധമായതെന്നും, ആട്രിബ്യൂട്ടിംഗ് ടു ചിൽഡ്രൻ, 2 ഫ്രഞ്ച് വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത്. അന്ന് കുട്ടികളിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളെ, വൈകല്യങ്ങളെ ചികിത്സിക്കേണ്ട ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിലാണ് ഓർത്തോപെഡിക്സ് ഈ 18-ാം നൂറ്റാണ്ടിൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പീഡിയാട്രിക് ഓർത്തോപെഡിക്സ് ഒരു സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഭാഗമാണ്. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഓരോ ചലനങ്ങളും അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് നോക്കിക്കണ്ട് വളർത്തിക്കൊണ്ടത്. നോർമൽ ഇതിൽ നിന്നും ചെറിയ ഡീവിയേഷൻസ് ആണ്. അപ്പോൾ അത് ഡീവിയേഷൻ ആണോ അതേ വൈകല്യം തന്നെയാണോ എന്ന് തിരിച്ചറിയുന്നതിനും അതിന് കാലികമായ ചികിത്സ നേടുന്നതും സമയത്തിന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. ഇപ്പോൾ നമ്മൾ പറയാ ഈ സമയത്തിന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അല്ലെ, അത് കുട്ടികളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നത്? കുഞ്ഞുങ്ങളൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ അത് കാര്യഗൗരവത്തോടു കൂടി എടുക്കണം. കുട്ടികളുടെ അസ്ഥി ഘടന ഒരു സവിശേഷമായ ഇതാണ്. അത് മുതിർന്നവരുടെ അസ്ഥിഘടനയുടെ മിനിയേച്ചർ രൂപം അല്ല കുട്ടികളുടേത്. അതുകൊണ്ട് തന്നെ ചികിത്സയിലും അതിൻ്റെ എല്ലാ ഇതിലും ഈ വ്യത്യാസങ്ങൾ പ്രകടമാകാറുണ്ട്. കുട്ടികളുടെ എല്ലുകൾ വളരെ ഫ്ലെക്സിബിൾ ആണ്. കുട്ടികളുടെ എല്ലുകളുടെ ആവരണം കവർ ചെയ്യുന്ന പെരിയോസ്റ്റിയം എന്ന് പറയുന്നത് വളരെ തിക്കറാണ്. കുട്ടികളുടെ എല്ല് വളരുന്നതാണ്. അപ്പം അതിൻ്റെ അഗ്രഭാഗങ്ങളിലാണ് വളർച്ച സംഭവിക്കുക. അപ്പോൾ വളരുന്നതിനോടുകൂടി അവിടെ നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ടാവും, രക്തചംക്രമണവും രക്തഓട്ടം കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം അവിടെ വരുന്ന എന്തൊരു ക്ഷതമാണെങ്കിലോ ഫ്രാക്ചർ ആണെങ്കിലോ വളരുന്ന ഡീഫോമിറ്റി ആണെങ്കിലോ എല്ലാം ആ എല്ലിൻ്റെ വളർച്ചയെ ബാധിക്കും. എന്ന് ഞാൻ പറഞ്ഞു, പെരിയോസ്റ്റിയം നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ചെറിയ തട്ടുമുട്ടിലൊന്നും വലിയ ഫ്രാക്ചർ വരില്ല. ഇനി വന്നാൽ തന്നെ ഭയങ്കരമായിട്ട് അത് ഡിസ്പ്ലേസ്ഡ് ആവത്തില്ല. അപ്പോൾ നമുക്ക് ചികിത്സിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. എല്ല് വളരുന്ന സമയത്തുണ്ടാവുന്ന ചെറിയ വ്യതിയാനങ്ങളെല്ലാം കാലക്രമേണ വളർച്ച കൊണ്ട് തന്നെ നേരെ ആയിക്കൊള്ളുകയും ചെയ്യും. അപ്പോൾ അത് അതിൻ്റെ ഒരു നല്ല വശമാണ്. എന്നാൽ അതിൻ്റെ മോശവശം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എന്ത് പരിക്കും അത് ഭാവിയിൽ വലിയൊരു വളയോ തിരിവോ പിന്നെ എല്ല് പൊട്ടലോ ഒക്കെ ആയി മാറാനുള്ളൊരു സാധ്യത. ഈ കുട്ടികളുടെ ഒരു വളർച്ച എന്ന് പറയുമ്പോൾ ന്യൂബോൺ ബേബീസ് തുടങ്ങി അഡോളസൻസ് വരെയുള്ള ഒരു വളർച്ചയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അസുഖങ്ങൾ എന്തെല്ലാം? നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റുന്ന കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരുപക്ഷെ ഗർഭാവസ്ഥയിൽ തന്നെ സ്കാനിങ്ങിൽ പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് കുഞ്ഞിൻ്റെ കാലിന് ഇതുപോലെ വളവ് കാണുന്നുണ്ട്, നട്ടലിന് ഇതുപോലെ വളവ് കാണുന്നുണ്ട്. അപ്പം ഗർഭാവസ്ഥയിൽ തന്നെ കാണാൻ പറ്റുന്നത്. കുഞ്ഞ് ജനിച്ചു വീണാൽ ഉടനെ തന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വൈകല്യങ്ങളുണ്ട് പലതും. ഇപ്പോൾ കാലിൻ്റെ ആണെങ്കിൽ CT, ക്ലബ് ഫൂട്ട് എന്ന് പറയുന്ന CTV, കാലിൻ്റെ വളവ് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കാണാം. നട്ടലിന് വളവുണ്ടെങ്കിൽ അത് കാണാം. ഇനി കുഞ്ഞ് ജനിച്ച് കുറച്ച് കഴിഞ്ഞ് വളരുന്ന പ്രായത്തിൽ കാണുന്ന ഈ ടോട്ടലർ സമയത്ത് കാണുന്ന ജനുവാരം, ബോലെക്സ് എന്ന് പറയുമല്ലോ, ജനുവാരം അല്ലെങ്കിൽ പിന്നെ നോക്ക് നീസ്, അത് നമുക്ക് കാണാൻ പറ്റും.
അതുപോലെ നട്ടലിൻ്റെ സ്കോളിയോസിസ്, അഡോളസൻ ഏജിൽ വരുന്ന സ്കോളിയോസിസ് കാണാൻ പറ്റും. നടന്ന് തുടങ്ങുമ്പോൾ വരുന്ന ടോ വാക്കിംഗ്, ഇഡിയോപ്പതിക് ടോ വാക്കിംഗ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതും. രണ്ടാമത്തത് കാണാൻ പറ്റാത്തതും അറിയാൻ പറ്റാത്തതും. കുട്ടി ജനിച്ച ഉടനെ വരുന്ന, അത് ആ സമയത്ത് ജനിച്ചു കഴിഞ്ഞാൽ കാണുന്ന DDH എന്ന് പറഞ്ഞു, ഡെവലപ്മെൻറ്റൽ ഡിസ്പ്ലേസ് ഓഫ് ഹിപ്പ്. അത് 2 ഇടുപ്പിനും ഉണ്ടാകുന്നതാണ്. ഒരു ഇടുപ്പിനാവാം, അധികവും 2 ഇടുപ്പിനും ഒരുമിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് പുറമേ കാണാൻ കഴിയില്ല. അത് കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോഴായിരിക്കും ഒരുപക്ഷെ ശ്രദ്ധിക്കുക. ഇനി അതല്ല, കുറച്ചും കൂടെ കുഞ്ഞ് വളർന്നു കഴിഞ്ഞു, ഒരു 4-5 വയസ്സൊക്കെ ആയപ്പം കുഞ്ഞ് മുടന്തി നടക്കാൻ തുടങ്ങി. അത് പെർത്തീസ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഈ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ ബോളിൻ്റെ രക്ത ഓട്ടത്തിന് കുറവ് വരുന്നത്. അതും ചിലപ്പോൾ ഒരുപക്ഷെ നേരത്തെ അറിഞ്ഞുകൊണ്ട് സവിശേഷമായി അതിനെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇനി കുറച്ചും കൂടെ വലിയൊരു അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ വരുമ്പം ഈ ഒരുപാട് സ്പോർട്ടിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആൺകുട്ടികൾക്കൊക്കെ വരുന്ന സ്ലിപ്പ് ക്യാപിറ്റൽ ഫെമറൽ എപ്പിഫൈസിസ് എന്ന് പറഞ്ഞിട്ട് സ്ലിപ്പ് വരുന്നൊരു സംഭവമുണ്ട്. അതും നമുക്ക് നേരത്തെ ഉണ്ടോ ഇല്ലയെന്നൊന്നും കാര്യമായി അറിയാൻ പറ്റില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വേദന വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് ഒരു ദിവസം കുഞ്ഞിന് കാല് താഴെ കുത്താൻ പറ്റാത്തത്ര വേദനയോട് കൂടിയായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. അതിൽ തന്നെ നമുക്കിപ്പോൾ നേരത്തെ കാണുന്നതിനെല്ലാം നേരത്തെ ചികിത്സ വേണോ, കാണാത്തതിന് നേരത്തെ ചികിത്സ വേണോ? അപ്പം ഏർലി ഇൻ്റർവെൻഷൻ വേണ്ടതുകൊണ്ട് ഡിലേഡ് മതി, നമുക്ക് പിന്നെ നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി, വാച്ച്ഫുൾ എക്സ്പെക്റ്റൻസി മതി എന്നുള്ള അങ്ങനെ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യതിയാനങ്ങൾ വരുന്ന കേസുകളുണ്ട്. അതായത് ഇപ്പം ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പം ആദ്യം അവരുടെ കാല് ചെറിയൊരു ബോയിങ് ഉണ്ടാവാം. അതൊരു ഫിസിയോളജിക്കൽ ജനുവാരോ എന്നാ പറയും. അത് കുഞ്ഞ് നടന്ന് തുടങ്ങുമ്പോൾ പതുക്കെ സ്ട്രെയിറ്റായി നോർമൽ വാൽഗസിലേക്ക് പോകുന്ന ഒരു ഇതുണ്ട്. പക്ഷെ നമ്മൾ അവിടെ തിരിച്ചറിയണം, ഇത് ചികിത്സ ഉള്ളതാണോ, ഇതിന് ചികിത്സ ഇല്ലാതെ തന്നെ ഇത് ശരിയാക്കാൻ പറ്റുമോ. നമ്മൾ ഓവർ ട്രീറ്റ്മെന്റും ചെയ്യാൻ പാടില്ല, എന്നാൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്താൽ മതിയാവും. വളരെ വിരളമായിട്ട് മാത്രമേ എന്തെങ്കിലും സ്പ്ലിൻസ് കൊടുക്കേണ്ടുള്ളൂ. പക്ഷേ ഇതേ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്ന വേറൊരു സംഭവമുണ്ട്, പിന്നെ ബ്ലൗൺസ് ഡിസീസ് എന്ന് പറഞ്ഞു. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ബോ ലെഗ് നോർമലി കറക്റ്റഡ് ആവില്ല, അത് കൂടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന റിക്കറ്റ്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഉണ്ട്. ഇത് രണ്ടും ഒരേ രീതിയിലാണ് പ്രസന്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫ്ലാറ്റ് ഫീറ്റ്. ഈ ഫ്ലാറ്റ് ഫീറ്റ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ ജനിച്ചു തുടങ്ങുമ്പം എല്ലാ കുട്ടികൾക്കും ഫ്ലാറ്റാണ്. അത് നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെരുപ്പില്ലാതെ ഓടിച്ചാടി കളിക്കുമ്പോൾ മസിൽ ആക്ഷൻ കൊണ്ട് ആർച്ച് നോർമലി ഡെവലപ്പ് ചെയ്താൽ വരിക. അവർ 6 വയസ്സ് വരെ ഈ ആർച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള സമയമുണ്ട്. ഷൂസ് ഇട്ട് കളിക്കുന്നത്, എപ്പോഴും ചെരുപ്പിടുന്നു, നടക്കുന്നതെല്ലാം നിരന്ന സ്ഥലം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മസിൽസ് ആക്ഷൻസ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആർച്ച് ഡെവലപ്പ് ചെയ്യാൻ വീണ്ടും സമയം കൂടുതലെടുക്കും. പക്ഷേ അവിടെയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില കേസസ് ഉണ്ട് നോർമലി ഇത് ശരിയാവാത്തത്. കൺജനൈറ്റൽ വെർട്ടിക്കൽ ടാലസ്, ടാർസൽ കോയലീഷൻ, ഇങ്ങനെയുള്ളത് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് ഫീറ്റിനൊക്കെ എന്താണ് ചികിത്സ വേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞത് ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫീറ്റാണ്. അതിന് സാധാരണഗതിയിൽ ചികിത്സ ഒന്നും വേണ്ട. പക്ഷെ ചില കേസുകളിൽ നമുക്ക് അതിന് തന്നെ ചികിത്സ വേണ്ടി വരും. കുഞ്ഞ് ഓടിക്കളിക്കുമ്പോൾ കാര്യമായ കാലുവേദന, അൺഈവൻ സർഫസിൽ നടക്കുമ്പോൾ കാലുവേദന, അതല്ലെങ്കിൽ മാർച്ച് പാസ്റ്റ് പോലുള്ള ആക്ടിവിറ്റീസ്, സ്പോർട്ടിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ കാലിന് വേദന, അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഷൂ വെയർ മോഡിഫിക്കേഷൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ അത് റിജിഡ് ഫ്ലാറ്റ് ഫീറ്റ് ആണെങ്കിൽ നമ്മളത് ചികിത്സിച്ച് ശരിയാക്കണം. അതിപ്പോൾ ആധുനികമായ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. സർജിക്കൽ കറക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ടത്തെക്കാട്ടിയും കൂടുതൽ നല്ല രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. കാണാൻ പറ്റാത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട അസുഖാവസ്ഥകൾ ഏതല്ല? അതാണ് ഞാൻ ആദ്യം പറഞ്ഞു. ഒന്ന്, നമ്മുടെ ചെറിയ കുട്ടികളിൽ കാണുന്ന DDH എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ ഡിസ്പ്ലേസ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് നോർമലായി നടക്കാത്തത് കൊണ്ട് ഡിസ്പ്ലാസ്റ്റിക് ആയിപ്പോയി, ഡിസ്ലൊക്കേറ്റഡ് ആയിപ്പോയ ഹിപ്പാണത്. അത് നമുക്ക് പുറമേ കാണാൻ സാധാരണ ആൾക്കാർക്ക് അത് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷേ നമ്മളത് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഹിപ്പിൻ്റെ സ്റ്റെബിലിറ്റി അതിന്റെ ഒരു സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ലേ? സിംറ്റംസ് ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി നോക്കിയാൽ അതുണ്ട് അവിടെ. കാരണം ഒരു കാലിലാണ് ഡിസ്ലൊക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 തൊടയുടെയും ക്രീസുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. സാധാരണ നമ്മളെ തൊടയിൽ കുഞ്ഞുങ്ങളിൽ ക്രീസ് കാണൂലേ, മസിൽസിന്റെ ക്രീസ്, അത് നോർമലി രണ്ടും തമ്മിൽ വ്യത്യാസമായിരിക്കും. അതുപോലെ കുഞ്ഞിന്റെ കാല് രണ്ടും വൈഡായിട്ട് അബ്ഡക്റ്റ് എന്ന് പറഞ്ഞ കാലിങ്ങനെ അകത്താൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം സാധാരണക്കാർക്ക് അത് നോക്കി മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ പറ്റിക്കൊള്ളണമെന്നില്ല. ഈ DDH എന്ന് പറയുന്നത് നമ്മൾ ഏർലി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ ചികിത്സിച്ച് ഭേദമാക്കാം. നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രത്യേക ബെൽറ്റ് ഉണ്ട്. ഇട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിൽ അതങ്ങ് റെഡിയാവും. കുട്ടി ഇരുന്ന് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കത് ശരിയാക്കി എടുക്കണം. അത് മാത്രമല്ല, ഇത് ആ സമയത്ത് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ബെൽറ്റോ ഒന്നും ശരിയാവില്ല. പിന്നെ നമുക്ക് സർജറിയിലേക്ക് ചിലപ്പം അണ്ടർ അനസ്തീഷ്യയിൽ റിഡ്യൂസ് ചെയ്തിട്ട് പ്ലാസ്റ്റർ ഇട്ടാൽ ശരിയാവും. ചില കേസിൽ അതും ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഫാറ്റ് ഫീറ്റ് തുടങ്ങിയിട്ട് ഹിപ്പ് ലൊക്കേഷൻ വരെ അല്ലേ? അപ്പോൾ ഈ കുട്ടികളുടെ ഇത്തരം കാര്യങ്ങളിൽ പുതിയ രീതിയിലുള്ള ചികിത്സകൾ എന്തെല്ലാം? നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത് റോബോട്ടിക് സർജറിയും കീഹോൾ സർജറിയും ഒക്കെ ചെയ്യുന്ന സെൻറ്ററാണ്.
അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് മിനിമലി ഇൻവേസീവ് സർജറീസ് ഒരുപാട് നമ്മൾ ന്യൂവർ ടെക്നിക്സ് ആയിട്ട് ന്യൂവർ ഡെവലപ്മെൻറ്റ്സ് ആയിട്ടാണ് ഈ പറഞ്ഞ ബോലെക്സ്, നോക്ക് നീസ്, ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ പിന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് എല്ല് കട്ട് ചെയ്ത് കമ്പിയിട്ട് ഉറപ്പിച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാകുമ്പോൾ അതിൻ്റെ സർജറി ചെയ്യണം, കുട്ടികൾക്ക് അത് കഴിഞ്ഞ് റെസ്റ്റ് വേണം. പക്ഷേ ഇപ്പം നമുക്ക് ന്യൂവർ ടെക്നിക്സിൽ ഗ്രോത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്സ് ഉണ്ട്. നമുക്കതിൽ 2 ക്ലിപ്പോ 2 സ്ക്രൂവോ ഇട്ട് കൊടുത്താൽ മതി. ഡേ കെയർ പ്രൊസീജിയറായിട്ട് ചെയ്യാം. മിനിമലി ഇൻവേസീവ് ആണ്. ഒരു സെൻറ്റിമീറ്ററിൻ്റെ മുറിവേ ഉണ്ടാവുള്ളൂ. ഡേ കെയർ ആയിട്ട് പോകും. കുട്ടികൾക്ക് 2ാമത്തെ ദിവസം തന്നെ നടന്ന് തുടങ്ങുകയും ചെയ്യാം. ഗ്രാജുവലി അവരുടെ കാലിൻ്റെ വളവ് നേരെയാവുകയും ചെയ്യും. അതുപോലെ തന്നെ സെർബൽ പാൾസി ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചികിത്സയാണ്. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ സെർബൽ പാൾസിക്ക് നമ്മൾ ഫിസിയോതെറാപ്പിയും മരുന്നുകളും മാത്രമാണ് ചികിത്സയായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ന്യൂവർ ടെക്നിക്സ്, ന്യൂവർ സർജറി, ന്യൂവർ ഇംപ്ലാന്റ്സ്, ന്യൂവർ ടെക്നോളജീസ് ഒക്കെ ഉണ്ട്. നമുക്ക് സെർബൽ പാൾസി കുട്ടികളിനെ ഇപ്പം കിടക്കുന്ന കുട്ടികളെ ഇരുത്താൻ, ഇരിക്കുന്ന കുട്ടികളെ നിൽക്കുന്ന കുട്ടികളെ നടത്താനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ക്രൗച്ച് കറക്ഷൻ സർജറി പോലെ നമ്മുടെ കുറേ കുട്ടികൾക്ക് നമ്മളിവിടെ ചെയ്തു. നമ്മളൊരു സർജറി ചെയ്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരെ ഒന്ന് ഇതാക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആത്മവിശ്വാസം കൊണ്ട് തന്നെ അവരിൽ വളരെ വ്യത്യാസങ്ങളാണ്. അത് ആ കുടുംബത്തിനെ തന്നെ അത് പ്രതിഫലിക്കും. ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിനി 3D ഇമേജ് പ്രിൻറ്റിങ് വിത്ത് പിന്നെ കസ്റ്റം മെയ്ഡ് ഇംപ്ലാന്റ്സ് അങ്ങനെയുണ്ട്. ബയോഡിഗ്രേഡബിൾ ഇംപ്ലാന്റ്സ് ഉണ്ട്. ഇപ്പം തന്നെ കേവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കമ്പി ഊരണ്ട. അതൊരു വലിയ കാര്യമാണ്. 2ാമത് ഓപ്പറേഷൻ ചെയ്യേണ്ട. അപ്പോൾ അതൊക്കെയാണ് ഫ്യൂച്ചർ ട്രെൻഡ്സ് നമുക്കിനി ഉള്ളത്. എനിവേ താങ്ക് യു സർ. ഈ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് വിടാൻ പാടില്ല. ഒരു ചെറിയ വേദനയാണെങ്കിലും അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. മുതിർന്നവരിൽ വരുന്ന നീ റീപ്ലേസ്മെൻറ്റ് സർജറി മുതൽ ഷോൾഡർ സർജറി, സ്പോർട്സ് മെഡിസിൻ, എല്ലാ വിഭാഗവും ഈ എപ്പിസോഡിൽ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.